അസ്ലി ട്രാവലിലേക്ക് സ്വാഗതം. അഗത്തിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപുകളില്ല. അഗത്തി, കവലത്തി ഇങ്ങനെയൊക്കെയുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു ആളുകൾ താമസിക്കാത്ത, അതായത് ഒരുപാട് ദ്വീപുകളുണ്ട്, ആളുകളുള്ളതും ഇല്ലാത്തതും. ഒരു 10-30ഓളം ഈ ഭാഗത്ത് തന്നെ നമുക്ക് കാണും. പക്ഷെ അതിൽ ആളുകളില്ലാത്ത ഒരു ദ്വീപിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വീഡിയോയ്ക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നല്ല അനുഭവമുള്ള കാഴ്ചകളുമായിട്ട് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ. കാഫില ഹറമൈനിയുടെ അതിസാഹസ്യമായിട്ടുള്ള യാത്രയിൽപ്പെട്ട ഒരു യാത്രയാണ്. നല്ല മക്കാം പരിപാലിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നമുക്കൊരു സൽക്കാരമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. അഷ്റഫ് ഹാജി ആണ് ഇതെല്ലാം. ഈ പവിഴപ്പുറ്റുകളാണ് ഇതൊക്കെ അല്ലേ? പവിഴപ്പുറ്റ് മരിച്ചുപോയ പവിഴപ്പുറ്റ് അതൊക്കെ കേട്ടുള്ളൂ. ഈ സംഭവമാണിത്. വലിയ ബസ്സിലാണ്, വലിയ വണ്ടിയ സാധനം, നല്ല സ്പീഡിലാണ് പോണത്. 100 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. എത്ര പേരതിന് കപ്പാസിറ്റി എത്രയാണ്? എത്ര ആളുകൾ കപ്പാസിറ്റിയാണ്? 150 പേര്. ഇപ്പോൾ എത്ര കിലോമീറ്ററിൽ പോകണം? എത്ര കിലോമീറ്ററിൽ പോകുന്നത്? 18 സ്പീഡ് 18 ലോട്ട് എന്ന് പറയും. ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ മേനി കാണുന്നുണ്ട്. എന്നാ എല്ലാവരും വരും. അഗത്തി ദ്വീപിൽ നിന്നും മങ്കായം എന്ന ആളില്ലാത്ത ഒരു ദ്വീപിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കടലിൻ്റെ ആ ഒരു കാഴ്ച കണ്ട് ഒരു 2 മണിക്കൂറോളം ഈ ബോട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ആ ദ്വീപിൽ ഗവൺമെൻറ്റിൻ്റെ വലിയ പ്രൊജക്റ്റുകൾ നടക്കുകയാണ്. 2-3 വീടുകളാണ് അവിടെയുള്ളത്. ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. النبي صلى الله لا إله إلا الله ما شاء الله
കാതവലിയേ നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് വരികയായിരുന്നു. ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ കാണുന്ന ദ്വീപിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദ്വീപിലേക്ക് നമ്മളവിടുന്ന് യാത്രയായി. ഈ കാണുന്ന കപ്പലിൻ്റെ കവാടാണ്. ഇതിൻ്റെ രണ്ടിന് സെൻറ്ററിൽ കൂടെയാണ് ഈ കപ്പലിന് പോകാൻ പാടുള്ളൂ. ഇതിൻ്റെ അതിൻ്റെ ഹാഷിം ആണ് നമ്മുടെ കപ്പിത്താൻ. അദ്ദേഹമാണ് നമ്മുടെ കപ്പൽ ഓടിക്കുന്നത്. അതാ ഓരോരോ സൈസ് കടലിലും കപ്പലുകളുമാണ് ഇവിടെ ഉള്ളത്. പല മോഡലാണ്. ഇതിൻ്റെ കടലിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിൽക്കുകയാണ്. ഡേഞ്ചർ തന്നെയാണെങ്കിലും നമ്മൾ 3 ദ്വീപിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ദ്വീപിലേക്ക് നമ്മൾ പോകുന്നത്. അതേപോലെ ഇപ്പുറത്ത് മറ്റൊരു ദ്വീപ് കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ നിരവധി ദ്വീപുകളുടെ സമുച്ചയമാണ് ഈ ലക്ഷദ്വീപ്. ഇവിടെ ഒന്ന് സൂം ചെയ്ത് ഒന്ന് കാണാം. തൊട്ടപ്പുറത്ത് വേർന്ന് കാണാം. പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞാൽ അത് വാക്ക് കുറവായി പോകുന്നു തോന്നും. അത്രയും ശാന്തസുന്ദരമായ ആ സമുദ്രത്തിലെ കാഴ്ചകളാണ്. എന്ത് മനോഹാരിതയാണെന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ വാക്കുകളില്ല എന്നൊക്കെ പറയുമല്ലോ. അതാണ്. നമുക്ക് 2 ചായ തരുമോ? हम हाईलैंड से दूर से आया है. वो ये इसका आपका नाम क्या? ये तिंकारा. तिंकारा. इधर क्या चल रहा है? ये चल रहा है या टेंट सिटी बन रही है. अच्छा अच्छा. टेंट सिटी का मतलब क्या होता है? ये थोड़ा थोड़ा ऐसा सा छोटा छोटा घर जैसा है. हाँ, गोल गोल जैसा. रूम बन रहे हैं. रूम. अच्छा. हाँ मतलब ये जो टूर से आएंगे होल्ड. अच्छा अच्छा. किसका प्रोजेक्ट है? ये मोदी सरकार का. ओ बहुत अच्छा है. जो प्रोजेक्ट डेवलपमेंट हो रहा है. जी. बहुत अच्छा है. थैंक यू. അങ്ങനെ ആ ഒരു ദ്വീപിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയും അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണുള്ളത്. വളരെ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലം. ഇത് പെയിൻറ്റിംഗ് ആണ്. നമ്മുടെ പാലക്കാട്ടുകാരാണ് ഇതിൽ പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ആലത്തൂർ അല്ലേ? ഓക്കെ. ആലത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് നേരെ വന്നു. ഒരു കമ്പനി കാറാഫിൽ അല്ലേ? ഓക്കെ. ആ ഒരു ഐലൻഡിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഒരു ലൈറ്റ് ഹൗസാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇത് വീഡിയോസ് എടുക്കുന്നത്. നമ്മുടെ കൂടെ വന്ന ആളുകൾ അതാ പോകുന്നു. അവരിതൊന്ന് വേലിയേറ്റവും വേലിയിറക്കവും ഉള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങിയതുകൊണ്ട് നമ്മൾ വന്ന ആ ഒരു ചെറിയ കപ്പൽ അല്ലെങ്കിൽ ബോട്ട് ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ചെറിയ തോണിയിൽ ഞങ്ങളെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതാ നിൽക്കുന്ന നമ്മുടെ കയറാനുള്ള വാഹനം.
അങ്ങനെ ആ ദ്വീപിൽ നിന്ന് ഇവർ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ്, തേങ്ങ ഇങ്ങനെയുള്ളത് കൊണ്ട് അവരുടെ പച്ച മരുന്നുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു മധുരം, അത് ശർക്കര അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സ്പെഷ്യൽ മധുരമൊക്കെ ആയിട്ടുള്ളൊരു വെരി സ്വീറ്റാണ്. അതുപോലെ നല്ല സുറുക്ക കിട്ടും ഇവിടെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അപൂർവമായി കിട്ടുന്ന കുറച്ച് സംഗതികളാണ്. അങ്ങനെ ആ കടൽ കാഴ്ചകളും ആ ദ്വീപിലെ കാഴ്ചകളുമൊക്കെ കണ്ട് അവിടെ നമ്മൾ ജമ്മും കസറായി ലൊഹറും അസറും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് വീണ്ടും തിരിച്ച് നമ്മൾ യാത്രയാകുന്നു. അങ്ങനെ ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഗോവയിലേക്ക് തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.